നിങ്ങൾക്ക് ഇതുണ്ടില്ലേ, എൻ്റെ ഏറ്റവും വലിയ പുള്ളി എൻ്റെ ഭാര്യ മക്കളല്ല, എൻ്റെ ഭാര്യ മക്കളല്ല. ഇതുണ്ടോ, എൻ്റെ ഏറ്റവും വലിയ പുള്ളി ഇങ്ങനെ. തിരിച്ച് മടക്കം വരുമ്പോൾ മുസ്ലിം സഹോദരന്മാർ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇയാൾക്ക് എന്തെങ്കിലും പറ്റിയോ അച്ഛാന്ന് ചോദിച്ചു. വിശുദ്ധ ബലിക്കൂടെ സമർപ്പിച്ച് പോയിട്ട് എല്ലാ അനുഭവം എന്നോട് പറഞ്ഞാൽ അച്ഛൻ നിങ്ങളുടെ പണി പോകും. ഞാൻ പറഞ്ഞ അച്ഛനല്ല, ഒരു ബ്രദറാണ്, ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എടുത്ത് വായിക്കണം. അപ്പോൾ അവർ എന്തോ ദൈവാലയം കൊണ്ട് പിടിച്ചു നടത്തി. പിറ്റേ ദിവസം വീട്ടിൽ വന്നു. എൻ്റെ പേര് കുറുന്തോട്ടത്തിൽ സെബാസ്റ്റ്യൻ. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ജോലി മെരിയൻ ഗ്രാനൈറ്റ് എന്നൊരു സ്ഥാപനമാണ്. ഭാര്യ 4 മക്കളെ എല്ലാം കല്യാണം കഴിച്ചു. ഇടവക തൊണ്ടി ഫൊറോന ഇടവക. ചെറിയ വയസ്സിൽ എനിക്ക് മോബൻ മുടി എന്ന് പറയുന്ന ഷോപ്പുണ്ടായിരുന്നു. ആ ഷോപ്പിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പള്ളിയിൽ പോകുമെന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസങ്ങളിൽ കുർബാനയുടെ ആശീർവാദം മേടിക്കാനായിട്ട് ഓടിയെത്തും. അവിടെ കാരണം നേർച്ചയാഴ്ചയും ബാക്കിയെല്ലാം ചെയ്യും, പക്ഷേ ആശീർവാദം മേടിക്കാനേ പോകാൻ സമയമുള്ളൂ. അങ്ങനെ ഒരു ബിസിനസ് ഭയങ്കര തിരക്കി കൂടെ ഓടിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. ആ സമയങ്ങളിൽ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കമ്പനിയായിരുന്നു. ഫോറിൻ സാധനവും മറ്റുള്ള എല്ലാ സാധനവും വിൽക്കുന്ന പീടിയാണ് എൻ്റെ. ആ പ്രശ്നം പറഞ്ഞിറക്കാൻ പറയാൻ എന്നെ വിളിക്കുക. എല്ലാവരും പാർട്ടിക്കാർ, ഏത് പാർട്ടിയാണ് അന്നത്തെ കാലത്ത്. ബന്ധങ്ങളായി മധ്യകാലത്തിൽ കമ്പനി കൂടി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നാശങ്ങളല്ലാണ്ട് ഒരു നന്മയിലും ഞാൻ വന്നില്ല. ഇങ്ങനെ ഞാൻ നശിപ്പിച്ച് നാരാക്കല്ലാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഗൾഫ് ബസാർ, ദുബായ് ബസാറിന് ഒരു പീടിയ പേടായി തുടങ്ങി. 19 വർഷമായി. പിന്നെ റബ്ബറിന് 22 രൂപ വില വന്നു. ഈ 22 രൂപ വില വന്ന സമയത്ത് എൻ്റെ പീടിയയിൽ ഏറ്റവും വില കുറഞ്ഞ സാധനം 33 രൂപേൻ്റെ ഹീറോ പേനയും 12 രൂപേൻ്റെ നിബുമാണ് ഹീറോ പേനയുടെ. എനിക്ക് കച്ചവടമായിട്ടൊന്നും, അതായത് 66 രൂപ 70,000 രൂപ കച്ചവടം നടന്ന പീടിയയിൽ എനിക്ക് കിട്ടുന്നത് 6,000 7,000 ആയി മാറി. 5-6 ഷാപ്പ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ തൂങ്ങി മരിക്കേണ്ട അവസ്ഥ തോന്നി. ചാച്ചാമ്മ കൂടെയായിരുന്നു. അങ്ങനെയൊക്കെ സമയത്ത് അവർ പറഞ്ഞപ്പോൾ നീ എന്ത് ഡിവൈൻ പോടാൻ. എൻ്റെ ചേട്ടൻ ജർമ്മനിയിൽ നിന്ന് ചേട്ടൻ ചേട്ടത്തേമ്മൊക്കെ പറയും, നീ ഉണ്ടാക്കുന്ന പൈസ ഞങ്ങളാരും കാണുന്നു, പക്ഷേ നീ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ എന്താ ഉണ്ടായിരുന്നു, എനിക്ക് എന്താ അങ്ങനെയൊക്കെ ചോദിച്ച് വാണിങ്ങി തരുന്നതാണ് എൻ്റെ ചേട്ടനൊക്കെ. എന്നിട്ട് അങ്ങനെ അതിന് വെറും നശിപ്പീരന്നെ ആയിരുന്നു. അവസാനം അങ്ങനെ ആ ഗൾഫ് സാർ ഇരിക്കുമ്പോഴാണ് ദൈവം എന്നെ തോന്നിച്ച് ഡിവൈൻ എത്തിച്ചു. ഞാനും ഭാര്യയും കൂടെ പോയി കാറും എടുത്ത് പോയി ഡിവൈനിൽ പോയാൽ കുടി നിർത്തുന്നു. ചൂട് കേസ് 5 കുപ്പി MH മാഗിയിൽ നിന്ന് മേടിച്ച് വെച്ചു. പോകുന്ന വഴിക്ക് അവിടുന്ന് തന്നെ കുടിച്ച് സ്റ്റാൻഡിങ്ങിന് ഞാൻ ഡിവൈനിൽ കയറുമ്പോൾ കുരിശടിക്ക് നോക്കി. ആ കുരിശടി നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു മതി. ഒരാഴ്ച ഞാനും കൂടാനാണ് ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും പെർമിഷൻ മേടിച്ചത്. അങ്ങനെ പോകുന്ന ഞാൻ അതായത് 1 മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. ഭരണങ്ങാനം ചേർപ്പെങ്കിൽ അരിത്തിറകിൽ ഞാൻ പോകാത്തൊരു പള്ളിയിലാണ്. ഈ വിശുദ്ധ ബലി എന്താണെന്നൊക്കെ ശരിക്കും ഉറപ്പിച്ചത് ഡിവൈൻ തന്നെയാണ്. വിശുദ്ധ ബലി എന്താണെന്ന് ദൈവം എനിക്ക് ബോധ്യം തന്നു. കുർബാനേൻ്റെ ശരിയായ അറിഞ്ഞു വെച്ചാൽ ഏത് സ്റ്റേറ്റിൽ പോയാലും ഞാൻ ആദ്യം തലേദിവസം പള്ളി എവിടെയെന്ന് അന്വേഷിച്ചു. തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ഞങ്ങൾ മുറി ചെന്ന് 5:45 മുറി ചെല്ലുമ്പോൾ അച്ഛൻ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുകയാണ്, പിന്നെ ശല്യപ്പെടുത്താൻ പാടില്ലെന്ന് കുറേ നോക്കി. അപ്പോൾ കുർബാനയുടെ ടൈം ആകാൻ പോവുക. നമ്മുടെ കൂടെയുള്ള കച്ചവടത്തിൻ്റെ മുസ്ലിം സാധനമുണ്ട്. ഒന്നിച്ച് സാധനം എടുക്കാൻ പോകുന്നവരാണ്. വെല്ലടിച്ച് കഴിയുമ്പോൾ അച്ഛൻ ചോദിച്ചു എന്നാണ് നമ്മൾ. അപ്പോൾ പറഞ്ഞു അച്ഛൻ കുത്തുബലി അർപ്പണം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ആ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ ഇന്ന് കുർബാനയില്ല, നിങ്ങൾക്ക് കുർബാനയാണ് ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ അപ്പുറം പോയാൽ സിസ്റ്റേഴ്സിൻ്റെ മഠമുണ്ട്, മഠത്ത് കുർബാനയുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നു പറഞ്ഞു അച്ഛൻ. ഞങ്ങളും അച്ഛൻ്റെ കൂടെ പോയി. അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഈ പറഞ്ഞ മുസ്ലിം സഹോദരന്മാർ വന്നില്ല, കുർബാനയ്ക്ക് വന്നില്ല. അവർ ഈ വണ്ടി അവിടെ ആ വണ്ടി അവിടെ ഇട്ടിരിക്കുക. ഞാൻ പള്ളിയിൽ അവിടെ പോയി കുർബാനയെ സംബന്ധിച്ച് കഴിഞ്ഞിട്ട് ഓർഡറാക്കി വന്നിട്ട് അവിടുന്ന് കാപ്പിയെല്ലാം നിന്നു. സിസ്റ്റേഴ്സ് കാപ്പിയെല്ലാം നിന്നു. കാപ്പി കുടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഈ അച്ഛനുണ്ടല്ലോ, അച്ഛനോട് ഇവർ ചോദിച്ചു, ഈ പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുകയാണോ? ഈ മുസ്ലിം സഹോദരന്മാർ ചോദിക്കുക അച്ഛനോട്. പുള്ളിക്ക് എന്തോ കശ്മാറ്റിക് കൂടി എന്തോ പ്രശ്നമായി. ഞങ്ങൾക്ക് ഇസ്ലാമ നിയമപ്രകാരം അച്ഛനോട് പറഞ്ഞ വാക്കാം, എവിടെയും നിസ്കരിക്കാം, യാത്രയിൽ എവിടെയും നിസ്കരിക്കാം. അത് പള്ളി ദേവാലയം ഇല്ലെങ്കിൽ ഞങ്ങൾ പാൽപ്പറ്റ വിരിച്ചാൽ നിസ്കരിക്കാം. ഇത് ഈ പുള്ളി എവിടെ കുർബാന ഉണ്ടെന്ന് അന്വേഷിച്ച് തലേദിവസം കണ്ടുപിടിക്കാൻ കൂടും. എത്ര പൈസ ചിലവാക്കിയും പോകുന്നു. ഈ പുള്ളി അച്ഛനോട് ചോദിച്ചു പറഞ്ഞു, അത് ആത്മീയമായിട്ട് ദൈവമായിട്ട് അടുത്തൊരു മനുഷ്യനായതുകൊണ്ട് അങ്ങനെ എന്തോ തോന്നിയിട്ടാണ് പുള്ളി ഓടുന്നത്. നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ പള്ളിയിൽ പോകലുണ്ടോ എന്ന് ചോദിച്ചു അവരോട്. അപ്പം എന്ന് പറയുന്ന ആചാരം എങ്ങനെ ശരിക്കും ഒരു ബോധ്യം വന്നിട്ട് ചെയ്താണ്. ഈ വിശുദ്ധ ബലിയായിട്ട് അടുത്ത ഇപ്പം ഞാൻ ചോദിക്കുന്ന എന്ത് കാര്യം
അച്ചട്ട് ഞാൻ ഇന്ന് യാത്ര പോകുന്ന സമയത്ത് ലേശം കപ്പ കഴിക്കാൻ തോന്നി. ഏതെങ്കിലും വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയെന്ന് വെച്ചു, ആ വീട്ടിൽ പോകുന്ന സമയത്ത് കപ്പ കഴിക്കാൻ മനസ്സിൽ തോന്നിയെന്ന് വെച്ചു. ആ കപ്പ കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് ലോകത്ത് ഞാൻ ചിന്തിക്കുന്ന എന്ത് സാധനം ദൈവം തരുവാണ്. എന്താ തരുന്നത് എനിക്കറിയില്ല. വിശുദ്ധ ബലിയിൽ ഞാൻ പ്രാർത്ഥിച്ച് തിരിച്ചരിയും തിരയത്ത് ഉയർത്തുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ കരം ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചു, കണ്ണീരിഞ്ഞു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ യേശുവിൻ്റെ തിരിച്ചരിയും തിരക്തോ തരുന്നത് നമുക്ക്. മരിച്ച ദൈവത്തിൻ്റെ അല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ. ഒരു ദിവസം 2 ദിവസം കഞ്ഞി കുടിക്കാണ്ടിരിക്കാം. ഞാനങ്ങനെ ഇരുന്ന മനുഷ്യനാണ്. ഈ കുരിശ് എൻ്റെ കയ്യിൽ എന്നും ഉണ്ടാവും കുർബാനയിൽ. എനി ടൈം കുർബാനയിൽ ഞാൻ കറക്റ്റായിട്ട് ചെയ്യും. ഇത് പിടിച്ചിട്ടല്ലാണ് കുർബാനയെ സംബന്ധിക്കുക. കടന്ന രോഗി എന്നോട് പറഞ്ഞു പരിഹാരത്തൊന്ന് പ്രാർത്ഥിക്കാമെന്ന് വെച്ചു. ആൾക്കാർ അവരുടെ കുടുംബക്കാരെല്ലാം ചോദിച്ചു പരിഹാരത്തൊന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് പരിഹാരത്ത് പോകാൻ കർത്താവ് മെസ്സേജേ പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു നീ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുക. 5 കൊന്ത മുട്ടയെന്ന് പ്രാർത്ഥിച്ചു. അവരുടെ ഭാര്യ അന്ന് ഹോസ്പിറ്റലിൽ വന്നോളൂ 18,000 രൂപ ടെസ്റ്റ് എഴുതി കൊടുത്തിരിക്കുക. ഒരു ചെറിയ ചെഡ് വീട്. ആ വീടിൻ്റെ ചുറ്റോട്ടുള്ള എല്ലാവരെയും വിളിച്ചു. ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം നിങ്ങളുടെ വീടിൻ്റെ ചുറ്റോട്ടുള്ള നിങ്ങളോട് വിളിക്കാം, അവരോട് തന്നെ വിളിച്ചു. എല്ലാവരും വന്ന എല്ലാ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു ക്രിസ്ത്യൻ എല്ലാം ഉണ്ടായിട്ട് പ്രാർത്ഥിച്ചു. 5 കൊന്ത ചെല്ലി കഴിഞ്ഞിട്ട് ഈശോ എന്നോട് പറഞ്ഞു നീ ആ വീടിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു വചനം എടുക്കാൻ പറഞ്ഞു. ഞാൻ ഈശോ തിരുക്കുടുംബത്തിൻ്റെ ചെറിയ ഫോട്ടോ ഉണ്ട്, സാധാരണ കടലാസ് ഫോട്ടോ. ആ കടലാസ് പിടിച്ചോ കർത്താവ് ഈ ഭവനത്തോട് സംസാരിക്കണം ഈശോയെ, ഈ ഭവനത്തിൻ്റെ മക്കളോട് സംസാരിക്കും, തളർന്ന് കിടക്കുന്ന രോഗിയോട് സംസാരിക്കണം ഈശോ എന്നൊക്കെ പറഞ്ഞിട്ട് തുറന്ന് കിട്ടിയതെന്നറിയാം. ലൂക്ക 5:17 തളർവാദ രോഗിയെ സഹിക്കപ്പെടുന്ന പോലെ. ഇതെല്ലാം വായിച്ച് അവിടുന്ന് ധ്യാനിച്ച് കഴിഞ്ഞ് ഉടനെ തയ്ക്കാൻ പറഞ്ഞു. എന്നോട് എടുത്ത വായിക്ക് ഈശോ പറഞ്ഞു പരിഹാരം മെഡിക്കൽ കോളേജ് വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഇവരെ ഭാര്യയെ കൊണ്ട് വിളിപ്പിച്ചു. നേഴ്സുമാരുടെ കൗണ്ടറിൽ കിട്ടുക. അവരെന്താക്കി കൂടെ നിൽക്കുന്ന ആളെ ഒന്ന് വിളിക്കുമെന്ന് ചോദിച്ചപ്പോൾ എടുത്ത വായിക്ക് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞു ഞാനല്ല ഭാര്യ, ഒരു ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ചെന്നു. അപ്പോൾ പറഞ്ഞു അവർക്ക് ബ്രദർ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇന്നലെ ഇവിടുന്ന് പോയതാണോ? എല്ലാവരും കേൾക്കായി ഫോണിൽ ചോദിക്കുന്നു, ലാൻഡ് ഫോണിൽ ചോദിക്കുന്നത്. നിങ്ങൾക്ക് 18,000 രൂപ ടെസ്റ്റ് ഡോക്ടർമാർ എഴുതി തന്നിട്ടുണ്ട് പരിഹാരത്തിന്. അപ്പോൾ നിങ്ങൾ ബേബി മെമ്മോറിയൽ മിമിസ് കോട്ടയ്ക്കൽ എല്ലാം വിട്ട് മാഗി ആയുർവേദം പരിഹാര ആയുർവേദം ഇങ്ങനെ ലോകത്തെല്ലാം വിട്ട് എല്ലായിടത്തും ആംബുലൻസെ കൊണ്ടുപോയ രോഗിയാണ്. ആംബുലൻസിൽ പൂളക്കുറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് പള്ളി അടവുകാർ തൊട്ടടുത്തുള്ള വീടാണ്. ഈ സഹോദരിയെ നേഴ്സുമാരെ വിളിച്ച് വഴക്ക് പറഞ്ഞില്ലേ, വഴക്ക് പറഞ്ഞപ്പോൾ ഈ സഹോദരി ഇങ്ങനെ കരയുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു സഹോദരി ഫോൺ കൊണ്ടാണ് ഞാൻ സംസാരിക്കും. ഞാൻ പ്രൈസ് ലോൺ എന്ന് പറഞ്ഞു. അവർക്ക് തിരിഞ്ഞില്ല. അപ്പോൾ എടുത്ത് വായിക്കാൻ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തുതി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് പിടിച്ച് നടത്തി നിങ്ങൾ കൂടെ നിൽക്കുന്ന നിങ്ങളെല്ലാം കൂടെ ഒന്ന് പിടിച്ച് അവരെ അദ്ദേഹം രോഗിയെ ഒന്ന് പിടിച്ച് ഒന്ന് കയ്യെ പിടിച്ച് നടത്താൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു അച്ഛൻ നിങ്ങളുടെ പണി പോകും. ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനല്ല ഒരു ബ്രദറാണ്, ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എടുത്ത് വായിക്കുവാണ്. അപ്പോൾ അവർ എന്തോ ദൈവാലയം കൊണ്ട് പിടിച്ച് നടത്തി. പിറ്റേ ദിവസം വീട്ടിൽ വന്നു. അങ്ങനെ 1000 അനുഭവം ഉണ്ട്. 1000 എടൂര് പള്ളിയിൽ കരിക്കട്ടെ അമ്മച്ച് കുറേ ഉണ്ട്. വിശുദ്ധ ബലിക്കൂടെ സമർപ്പിച്ച് പോയിട്ട് എല്ലാ അനുഭവം. അപ്പനോട് സ്വർഗസ്നായ പിതാവ് ചെന്ന് ചോദിക്കേണ്ടത് ചോദിച്ചാൽ അപ്പൻ സമർത്ഥമായി തരും. ആ വിശ്വാസം വന്ന് കുർബാനയില്ല. എൻ്റെ അപ്പനാണല്ലോ ഈശോ. ഇതൊക്കെ ഇതുണ്ടില്ലേ, എൻ്റെ ഏറ്റവും വലിയ പുള്ളി എൻ്റെ ഭാര്യ മക്കളല്ല. ഇതുണ്ടോ എൻ്റെ ഏറ്റവും വലിയ പുള്ളി ഇങ്ങനെ. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയായി മാറിയത്. കാരണം ഇത് ആ ഡിവൈന് കയറുണ്ട്. ഇല്ല ഞാൻ ഭൂമിയിൽ നിന്ന് കുഴിപ്പോനെ, ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഇല്ല. അയിറ്റാ പാവിയായിരുന്നു. എനിക്കൊരു മനസ്സിൽ തോന്നില്ല വെള്ളയിടാൻ തന്നെ മനസ്സിൽ തോന്നി. അതുകൊണ്ട് വെള്ളയാണ്. 6 മാസം അലക്കണ്ട അളമാരിയിൽ ഫുള്ള് ഡ്രസ്സ് ദൈവം 6 മാസം ഞാൻ അലക്കി ലീലിടാൻ ദൈവം തന്നിരുന്നു. അങ്ങനെ ദൈവം എന്നെ നോക്കുന്നു. സമർപ്പണത്തിൻ്റെ ജീവനാണ്. ഞാൻ തന്നെ കരങ്ങൾ ഉയർത്തും, കർത്താവിൻ്റെ കരങ്ങളിൽ ഉയർത്തിപ്പിടിക്കും. എന്നെ ആര് കളിയാക്കിക്കോട്ടെ, അവന് വട്ടാണ്, എന്തും കളിയാക്കിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എന്ത് കളിയാക്കിയാലും എനിക്ക് അതിൽ യാതൊരു സങ്കടമില്ല. തിരിച്ചരിയും തിരത്ത് ഉയർത്തുമ്പം യേശുവിൻ്റെ ആണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമ്മളത് ശരിക്ക് കരങ്ങൾ പൊന്തും, തന്നെത്താൻ പൊന്തും. കരം പൊന്താണ്ട് തളർന്നാലും എങ്ങനെയും പൊന്തും, ദൈവം പൊന്തിക്കും. ആ സമയത്ത് ബൈപ്പാസ് രോഗിയാണ് ഞാൻ. എന്നോട് താഴത്തേലെന്ന് മുകളിലത്തേലെ കയറിയെന്ന് പറഞ്ഞ മിനിസുകാർ പറഞ്ഞു വിട്ടേക്കുന്നു. താഴത്തേലെന്ന് മുകളിലത്തേലെ കയറാൻ പാടില്ല, വെയിറ്റ് എടുക്കരുത്, ഇതൊക്കെ പറഞ്ഞില്ല. 24 മണിക്കൂർ ഊണ് ഉറക്കം ഇല്ലാണ്ട് നഷ്ടപ്പെടുന്നത് കുർബാനേൻ്റെ പവർ. കുർബാനേൻ്റെ പവർ ജീവിക്കുന്ന കേട്ടോ. ഞാൻ ഉള്ളത് തുറന്ന് പറയാൻ എനിക്ക് ഒരു കഴിവില്ല. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.